ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്ന എഗ്ലെസ് മയോനൈസ് റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് മയോനൈസ് എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്കിതിന് വേണ്ടി വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്, വെജിറ്റബിൾ ഓയിൽ. അപ്പോൾ അത് ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ പാലും കൂടിയാണ്. ഇത് രണ്ടും നമ്മൾ നല്ലതുപോലെ തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ ഒരു 30 മിനിറ്റ് വെച്ചിട്ട് വേണം നമ്മളിത് തണുപ്പിച്ചെടുക്കേണ്ടത്. താഴെ ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത്, ഫ്രീസറിൽ വെച്ചിട്ട് വേണം നമ്മളിത് തണുപ്പിച്ചെടുക്കേണ്ടത്. നന്നായിട്ട് തണുത്ത് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മയോനൈസ് തയ്യാറാക്കുന്നതിന് മുമ്പേ തന്നെ ഈ കാര്യം മറക്കാതെ ചെയ്തേക്കണം. നമ്മുടെ എഗ്ലെസ് മയോനൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് തണുത്ത നമ്മുടെ എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം, മണമുള്ള ഒരു ഓയിലും പറ്റില്ല. വെളിച്ചെണ്ണയിലൊന്നും നമുക്ക് മയോനൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. എണ്ണ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന നമ്മുടെ പാലും കൂടി ഇതിലേക്ക് ചേർക്കാം. പാലും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ്. ചെറിയ വെളുത്തുള്ളി അല്ലിയിൽ 2 അല്ലി അതുകൂടി ചേർക്കുകയാണ്. പിന്നെ നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീര് കൂടിയാണ്. ഇപ്പോൾ നാരങ്ങ നീരിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനിഗർ ആയാലും അത് ചേർത്താലും മതിയാവും. നാരങ്ങ നീരും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ, ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർക്കുകയാണ്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മയോനൈസിന് ഇത്രയും ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. എണ്ണയും പാലും ഒന്ന് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് 1 മിനിറ്റ് കൂടി വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10 സെക്കൻഡ് മാത്രം ഒന്ന് ഫസ്റ്റ് സ്പീഡിലിട്ടൊന്ന് കറക്കി എടുത്താൽ മതിയാവും. അത്രയും സമയം കൊണ്ട് നമ്മുടെ മയോനൈസ് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എഗ്ലെസ് മയോനൈസ് തയ്യാറാക്കി ഫ്ലോപ്പ് ആയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മയോനൈസ് റെസിപ്പിയാണ്. എപ്പോഴും മയോനൈസ് തയ്യാറാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തയ്യാറാക്കുന്നതാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നെ നമുക്കിത് മാക്സിമം 4 ദിവസം വരെ ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. ഇതിന് മുമ്പ് ഞാൻ എഗ്ഗ് വെച്ചിട്ടുള്ള മയോനൈസും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് നല്ല ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഏറ്റവും അധികം വന്ന കമൻസാണ് എഗ്ലെസ് മയോനൈസും കൂടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഗ്ലെസ് മയോനൈസും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പി നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതുകൂടി എല്ലാവരും ഒന്ന് കണ്ടേക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻസ് ആയിട്ട് എന്നെ അറിയിച്ചേക്കണം. ഈ എഗ്ലെസ് മയോനൈസ് തയ്യാറാക്കുന്നവരെല്ലാവരും ഉറപ്പായിട്ട് എനിക്ക് ഫീഡ്ബാക്ക് കൂടി അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കണ്ടിട്ടാണ് അത് മറ്റുള്ളവർക്ക് അത് തയ്യാറാക്കി നോക്കാനായിട്ടൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.